We are discussing about remedies for breach of contract. അതിൽ ഫസ്റ്റ് പോയിന്റ് rescission of contract ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. അടുത്തത് suit for specific performance. In some cases, the agreed party will not be satisfied by mere damages. In certain cases, we may expect the contract to be performed as per agreement. So the court will grant equitable remedy like specific performance of the contract and an order of injunction. Specific performance means actual performance of the particular contract as agreement. അതായത് ചില കേസിൽ എഗ്രീഡ് പാർട്ടി പ്രോബ്ലം ഉള്ള ആള് ഹി വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ് ബൈ മിയർ ഡാമേജ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്നു, അപ്പോൾ അയാൾക്ക് നമ്മൾ കോമ്പൻസേഷൻ എന്തെങ്കിലും കൊടുക്കുക, ഈ ഡാമേജിനുള്ള എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാൾ എന്തായിരിക്കില്ല, അയാൾ സാറ്റിസ്ഫൈഡ് ആവില്ല. അയാൾക്ക് എന്ത് വേണം, അയാൾക്ക് ആ കോൺട്രാക്ട് നടത്തണതാണ് അയാൾക്ക് ആഗ്രഹം. അപ്പോൾ അങ്ങനത്തെ കേസിൽ കോർട്ട് വിൽ ഗ്രാൻഡ് ഇക്വിറ്റബിൾ റെമഡി ലൈക്ക് സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് എൻ ഓർഡർ ഓഫ് ഇൻജക്ഷൻ. ഒരു ഇൻജക്ഷൻ ഓർഡർ കൂടെ ആ കാര്യം ചെയ്തു തീർക്കാൻ കോർട്ട് പറയും. സോ സ്പെസിഫിക് പെർഫോമൻസ് മീൻസ് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദി പെർട്ടിക്കുലർ കോൺട്രാക്ട് ആസ് പെർ അഗ്രിമെന്റ്. ബ്രീച്ച് നടന്നാൽ പോലും എന്തിനാണ് കോടതി പറയാ, ആ കോൺട്രാക്ട് ആക്ച്വൽ പെർഫോമൻസ് കോൺട്രാക്ട് പ്രകാരം തന്നെ നടത്തണം എന്ന് പറയാം. സ്പെസിഫിക് പെർഫോമൻസ് വിൽ ബി ഗ്രാൻറ്റഡ് ഇൻ ദോസ് കേസസ് വെർ ദ കോമ്പൻസേഷൻ വിൽ നോട്ട് ബി ആഡക്വേറ്റ് റെമഡി ഓർ ആക്ച്വൽ ഡാമേജസ് കനോട്ട് ആക്യുറേറ്റ്ലി ബി അസസ്ഡ്. എപ്പോഴാണ് സ്പെസിഫിക് പെർഫോമൻസ് പറയാ, എപ്പോഴാണോ ഈ കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്താ തികയില്ല, ഇറ്റ് വിൽ നോട്ട് ബി എൻ ആഡക്വേറ്റ് റെമഡി. അതായത് ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമുക്കൊരു കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അഡിക്വേറ്റ് ആവില്ല, അത് മതിയാവാതെ വരും. അല്ലെങ്കിൽ ആക്ച്വൽ ഡാമേജസ് കനോട്ട് ബി ആക്യുറേറ്റ്ലി അസസ്ഡ്. എത്രയാണ് അവർക്ക് ഡാമേജ് ഒന്നും കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും, ആ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അതന്നെ ചെയ്യാൻ കോടതി കൽപ്പിക്കും. എക്സാമ്പിൾ, എ എഗ്രി ടു സെൽ ഹിസ് ലാൻഡ് ടു ബി ബട്ട് എ ഫെയിൽ ടു or he refuses to sell the land. So B can file a suit for specific performance and the court can compel A to sell and execute the sale deed in favor of B in respect of the land agreed to be sold. A ഭൂമി വിൽക്കാന്ന് പറഞ്ഞു, പിന്നീട് A കൊടുത്തില്ല, he refuses to sell, കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ B കോടതി പോയപ്പോൾ കോടതി പറഞ്ഞു എന്ത്, നിങ്ങൾ ആ കോൺട്രാക്ട് പ്രകാരം ഈ സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യണം, ഈ സെയിൽ എക്സിക്യൂട്ട് നിങ്ങളത് വിൽക്കുക തന്നെ വേണം പറഞ്ഞിട്ട് എനെ നിർബന്ധിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായത്, അയാൾക്ക് വന്ന ഡാമേജസിന് പകരം ഒന്നും കൊടുക്കാൻ പറഞ്ഞില്ല, പകരം പറഞ്ഞത് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ആണ്. ഇതാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ഇനി സം ഓഫ് ദ കേസസ് ഇൻ വിച്ച് സ്പെസിഫിക് പെർഫോമൻസ് മേ ബി ഓർഡർ. എപ്പോഴാണ് സ്പെസിഫിക് പെർഫോമൻസ് ഓർഡർ ചെയ്യുക, when the compensation in money for its non-performance is not adequate. നമ്മൾ നേരത്തെ കണ്ടതാണ്, കാശ് കൊടുക്കുക എന്ന് പറഞ്ഞത് അത് മതിയാവാണ്ട് വരും. There exists no standard for ascertaining the actual damage caused by the non-performance of the act. ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് നോൺ പെർഫോമൻസ് അയാൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ എത്ര ഡാമേജാണ് വന്നത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഫോർ അസർട്ടൈനിങ് ദ ആക്ച്വൽ ഡാമേജ്. എങ്ങനെയാണ് അത് നമ്മുടെ ആക്ച്വൽ ഡാമേജ് എത്രയാണെന്ന് കണക്കാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷനിൽ എന്തുണ്ടാവുക, ഈ സ്പെസിഫിക് പെർഫോമൻസ് ആണ് കോർട്ട് ഓർഡർ ചെയ്യുക. മൂന്നാമത്തെ സിറ്റുവേഷൻ, when it is probable that the compensation in money cannot be got for the non-performance of the act. കോമ്പൻസേഷൻ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ കോടതി പറയും സ്പെസിഫിക് പെർഫോമൻസ് ചെയ്തു കൊടുക്കാൻ പറയും. നോ സ്പെസിഫിക് പെർഫോമൻസ് ഇസ് നോട്ട് ഗ്രാൻഡഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ചില സിറ്റുവേഷനിൽ സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാൻഡ് ചെയ്യില്ല. ഏതാണ്, ഡാമേജസ് ആർ ആൻ ആഡക്വേറ്റ് റെമഡി. അതായത് എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ അത് ഡാമേജ് തീർത്ത് കൊടുത്താൽ മതി. നിസ്സാര കാര്യമൊക്കെയാണെങ്കിൽ ഈ സ്പെസിഫിക് പെർഫോമൻസ് പറയില്ല. കോൺട്രാക്ട് ഇസ് നോട്ട് സെർട്ടൺ. ഈ കോൺട്രാക്ട് നടക്കുന്ന കോടതിക്ക് ഉറപ്പില്ലാത്ത കാര്യമായിരിക്കും. കോൺട്രാക്ട് ഇസ് റിവോക്കബിൾ, അത് വാലിഡ് അല്ലെങ്കിൽ. കോൺട്രാക്ട് ഇസ് ഓഫ് പേഴ്സണൽ നേച്ചർ. ദെൻ കോർട്ട് കനോട്ട് സൂപ്പർവൈസ് ദ പെർഫോമൻസ്. ശരിക്കും ആക്ച്വൽ പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ട് കോടതിക്ക് പെർഫോമൻസ് നോക്കാനോ സൂപ്പർവൈസ് ചെയ്യാനോ പറ്റില്ലെങ്കിൽ അത് ചെയ്യാൻ പറയില്ല. ദ കോൺട്രാക്ട് ഇസ് മെയ്ഡ് ബൈ ട്രസ്റ്റീസ് ഇൻ റീച്ച് ഓഫ് ദ ട്രസ്റ്റ്. ട്രസ്റ്റീസ് ഉണ്ടാക്കിയിട്ടുള്ള അതായത് ട്രസ്റ്റിന്റെ മുകളിൽ വിശ്വാസമുള്ള ട്രസ്റ്റീസ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കോടതി പറയുന്നില്ല. ദെൻ contract is made by company in excess of its powers as laid down in its memorandum of association. Memorandum of power association എഴുതിനേക്കാളും കൂടുതൽ പവറുള്ള ഒരു കമ്പനിയാണ് ഈ കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സിറ്റുവേഷനിലൊന്നും കോടതി എന്തിനു പറയില്ല, സ്പെസിഫിക് പെർഫോമൻസിന് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കില്ല. Suit for injunction. Another remedy for breach of contract is an injunction, which is an
order of the court restraining or preventing a person from doing a particular act. It is another mode of securing the specific performance by the negative terms of a contract. വേറെ ഒരു റെമഡി ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് നമുക്ക് പറയാം ഇഞ്ചക്ഷൻ ഓർഡർ കോടതിയിൽ നിന്ന് മേടിച്ചിരുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ. ഒരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു ബിയുടെ അടുത്ത് ബിക്ക് ഒരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ ഞാൻ അടുത്ത മാസം മുതൽ 12 മാസം അടുപ്പിച്ച് ഞാൻ നിങ്ങളുടെ തിയേറ്ററിൽ വന്ന് പാടാം. ഞാൻ ഈ പറഞ്ഞ സമയത്ത് 12 മാസം ഞാൻ വേറെ എവിടെയും പാടില്ല, നിങ്ങളുടെ തിയേറ്ററിൽ മാത്രം വന്ന് പാടാമെന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രകാരം എ ഇനി വേറെ സ്ഥലത്തും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനോ പാടാനോ പാടില്ല. പക്ഷേ എ എന്ത് ചെയ്തു, സി എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു അയാളുടെ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ പാടുകയും ചെയ്യാൻ പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ബിയോട് പറഞ്ഞു നാളെ മുതൽ ഞാൻ നിങ്ങളുടെ തിയേറ്ററിലേക്ക് വരില്ല എന്ന് പറഞ്ഞു. ഇവിടെ ബി എന്ത് ചെയ്തു, ഒരു കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചു. ആ ഇഞ്ചക്ഷൻ ഓർഡറിൽ എന്താ പറയുന്നത്, എ ഷുഡ് നോട്ട് സിങ് ഇൻ സീസ് തിയേറ്റർ. എനെ പ്രിവെന്റ് ചെയ്യണ്, റിസ്ട്രെയിൻ ചെയ്യണ് എ ഫ്രം സിംഗിങ് ഇൻ സീസ് തിയേറ്റർ. ഇതിനെയാണ് ഓർഡർ ഓഫ് ഇഞ്ചക്ഷൻ എന്ന് പറയാം. സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ ഒരു പ്രിവെന്റീവ് റിലീഫാണ്. അത് എപ്പോഴാണ് അപ്രോപ്രിയേറ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഡാമേജസ് വിൽ നോട്ട് ബി എൻ എഡ്യൂക്കേറ്റ് റിലീഫ്. ഒരാൾക്കൊരു കാര്യം പകരം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പോരായ്മയായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് പറയും, ഇഞ്ചക്ഷൻ കൊണ്ടുവരും, അത് പ്രിവെന്റ് ചെയ്യാൻ നോക്കും. ദെൻ ഇഞ്ചക്ഷൻ മേ ബി ടെമ്പറൽ ഓർ പെർപ്പച്വൽ. സാധാരണ അത് കുറച്ച് നാളത്തേക്കാണ്, ഇത്ര നാളത്തേക്ക് ഇഞ്ചക്ഷൻ കൊണ്ട് കൊണ്ടുവരുമെന്ന് പറയാറ്. ടെമ്പററി ഇഞ്ചക്ഷൻ ഇസ് ഗ്രാൻഡ് പ്രൊവിഷണലി അണ്ടിൽ സം റൈറ്റ് സെറ്റിൽ. ആ പറഞ്ഞ കാര്യം ആ റൈറ്റ് സെറ്റിൽ ചെയ്യണ അത്ര നേരത്തേക്ക് ഇഞ്ചക്ഷൻ ഉണ്ടാവുള്ളൂ. അടുത്തത് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് മച്ച് ആസ് ഏൺഡ് ഓർ ആസ് മച്ച് ആസ് ഈസ് മെറിറ്റഡ് എന്ന ടേമിൻ്റെ അർത്ഥം. When a person has done some work under a contract and the other party repudiate പറഞ്ഞാൽ refuse the contract, which make further performance of the contract impossible, then the party who has performed the work can claim remuneration for the work he has done. അതായത് രണ്ടാൾക്കാർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. ഒരാൾ കാര്യം ചെയ്തു കുറച്ചായപ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന പാർട്ടി എന്ത് ചെയ്തു, ഈ കോൺട്രാക്ട് റിഫ്യൂസ് ചെയ്തു. ഇയാൾ റിഫ്യൂസ് ചെയ്തപ്പോൾ ബാക്കി കോൺട്രാക്ട് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയി. അതായത് എക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബി റിഫ്യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ ദ പാർട്ടി ഹു ഹാസ് പെർഫോം ദ വർക്ക്, എ ആണ് പകുതി ജോലി ചെയ്തെങ്കിൽ എക്ക് എന്ത് ചെയ്യാം, ഹി ക്യാൻ ക്ലെയിം റെമ്യൂണറേഷൻ ഫോർ ദ വർക്ക് ഹി ഹാസ് ഡൺ. അയാൾ ചെയ്ത ജോലിക്കുള്ള റെമ്യൂണറേഷൻ ചോദിക്കാം. ഇതിനെയാണ് ഡോക്ട്രിൻ ഓഫ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ദ ക്ലെയിം ഓൺ ക്വാണ്ടം മെറിറ്റ് അറൈസസ് ഇൻ ദി ഫോളോയിങ് കേസസ്. When an agreement is discovered to be void or when a contract becomes void, any person who has received an advantage under such agreement or contract is bound to restore it or make compensation for it to the other person from whom he received it. ഒരു എഗ്രിമെന്റ് ലേറ്റർ ഓൺ വോയിഡ് ആണെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ കോൺട്രാക്ട് പിന്നീട് വോയിഡ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിൽ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അത് തിരിച്ചു കൊടുക്കണം. ആരിൽ നിന്നാണ് കിട്ടിയെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. When a thing is lawfully done or goods are supplied by a person without any intention to do so, other person and such other person enjoys the benefit thereof, he is bound to make compensation to the former. ഒരാൾ നിയമപ്രകാരമായിട്ട് ഒരാൾക്ക് കുറച്ച് ഗുഡ്സ് കൊടുത്തിട്ട് അങ്ങനെ ആൾക്ക് വലിയ പ്രത്യേകിച്ച് ഇൻറ്റൻഷൻ ഒന്നും അതിൽ കൊടുക്കാം, പക്ഷെ അയാൾ കൊടുത്തെങ്കിൽ അപ്പോൾ ആർക്കാണോ ഗുഡ്സ് കിട്ടിയ ആ തന്ന ആൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മൂന്നാമത്തെ, when there is an expressed or implied contract to render service but there is no agreement as to remuneration, then reasonable remuneration is payable. This is known as quantum merit. അതായത് ഒരു എക്സ്പ്രസ്സോ ഇംപ്ലൈഡ് ആയിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. കോൺട്രാക്ട് എന്തിൻ്റെ മുകളിലാണ്, ഒരു സർവീസ് റെൻഡർ ചെയ്യാന്നുണ്ട്. പക്ഷേ ആ കോൺട്രാക്റ്റിൽ അതിൻ്റെ റെമ്യൂണറേഷനെ പറ്റിയിട്ടോ കാശിനെ പറ്റിയിട്ടോ ഒന്നും പറയണില്ല. എന്നാൽ കൂടി ഒരു റീസണബിൾ റെമ്യൂണറേഷൻ അതിന് കൊടുക്കേണ്ടതാണ്. ഇതിന് നമുക്ക് ക്വാണ്ടം മെറിറ്റ് എന്ന് പറയാം. Next point, when the completion of the contract has prevented by the act of the other party to the contract, the person who did the work can recover quantum merit for the work done under the contract. അതായത് ഒരു കോൺട്രാക്ട് പ്രകാരം ആ കോൺട്രാക്ട് ചെയ്യുന്നത് മുഴുമിപ്പിക്കാൻ പറ്റില്ല ഒരാൾക്ക്, പക്ഷെ ഒരാൾ പകുതി കാര്യം ചെയ്തിട്ടുണ്ട്. പകുതി കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടാനുള്ള
അവകാശം അയാൾക്കുണ്ട്. When a contract is divisible and party not in default has enjoyed the benefit of the part performance. ഒരു കോൺട്രാക്ട് ഡിവിസിബിൾ ആണ് എൻ്റെ പാർട്ടി നോട്ട് ഇൻ ഡീഫോൾട്ട് വരുത്താത്തൊരു പാർട്ടിക്ക് ഒരാൾക്ക് എന്തുണ്ടായിട്ടുണ്ട്, ഹി എൻജോയ് ദി ബെനിഫിറ്റ് ഓഫ് പാർട്ട് പെർഫോമൻസ്. ഒരു പകുതി ഭാഗം കോൺട്രാക്ട് ചെയ്തിട്ടുള്ളൂ, ആ പകുതി ഭാഗം അനുഭവിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ ദ പാർട്ടി ഇൻ ഡീഫോൾട്ട് മേ സ്യൂ ഓൺ ക്വാണ്ടം മെറിറ്റ്. ആരാണോ ഡീഫോൾട്ട് ചെയ്തത് വരുത്തിയത് അയാൾക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടം മെറിറ്റിന് വേണ്ടിയിട്ട് സ്യൂ ചെയ്യാം. അതായത് ഇവിടെ രണ്ടാൾക്കും എന്ത് കിട്ടാം, പകുതി കോൺട്രാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത ആൾക്കും അതിൻ്റെ അനുഭവം കിട്ടാൻ ഇതുണ്ട്, അപ്പുറത്തെത്തുന്ന ആൾക്കാർക്കും പാർട്ട ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഓൾറെഡി കിട്ടിയെന്ന് പറഞ്ഞു. പാർട്ടി നോട്ട് ഇൻ ഡീഫോൾട്ടിന് ഓൾറെഡി ബെനിഫിറ്റ് എൻജോയ് ചെയ്തത് ചെയ്ത് കൊടുത്ത ആൾക്കും ചെയ്ത അത്രയ്ക്കുള്ള റെമ്യൂണറേഷന് അവകാശമുണ്ട്. അടുത്ത when an indivisible contract for a lump sum is completely performed but badly, the person who has performed the contract can claim the lump sum but the other party can make a deduction for bad work. ഒരു ഇൻഡിവിസിബിൾ കോൺട്രാക്ട് ലംപ് സമ്മിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി പെർഫോം. അത് ആ ലംപ് സമ്മിൻ്റെ കോൺട്രാക്ട് മുഴുവനായിട്ട് ചെയ്തു, പക്ഷെ എങ്ങനെ ചെയ്തിരിക്കുന്നത്, ബാഡ്ലി. കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. ദ പേഴ്സൺ ഹു ഹാസ് പെർഫോം ദി കോൺട്രാക്ട്, അത് ചെയ്ത ആൾക്ക് എന്ത് ചെയ്യാം, ഞാൻ മുഴുവൻ ജോലി ചെയ്തു തന്നാൽ പറഞ്ഞിട്ട് മുഴുവൻ കാശും ചോദിക്കാം. പക്ഷേ അപ്പുറത്തേക്ക് ആൾക്ക് എന്ത് ചെയ്യാം, മുഴുവൻ കാശ് കൊടുക്കണ്ട, ആ ബാഡ് വർക്കിനുള്ള കുറച്ച് കാശ് കുറച്ചിട്ട് ബാക്കിയുള്ള കാശ് ആൾക്ക് കൊടുക്കാം. ഇവിടെ ക്വാണ്ടം പറയുന്നതാണ് എത്ര ഉദ്ദേശിക്കും, ഒരു ആളൊരു കാര്യം ചെയ്താൽ അതിനുള്ള റെമ്യൂണറേഷൻ ആൾക്ക് കിട്ടണം. പകുതി കാര്യം ചെയ്താൽ പകുതിക്കുള്ള കാശ് കൊടുക്കുക, മുഴുവൻ ചെയ്താൽ മുഴുവനുള്ള പൈസ കൊടുക്കുക. എക്സാമ്പിൾ പറയാം, എ അഗ്രി ടു ഡു എ പീസ് ഓഫ് വർക്ക് ടു ബി ഫോർ 1000 rupees. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എക്ക് കിട്ടുക, ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു എ, അപ്പോൾ അയാൾക്ക് കിട്ടുക 1000 രൂപയാണ്. എ 50% ജോലിയാണ് ചെയ്തത്. പിന്നെ ബി റെപ്യൂഡിയേറ്റ്സ് ദി കോൺട്രാക്ട്, അതായത് ബി പിന്നെ റെഫ്യൂസ് ചെയ്ത് കോൺട്രാക്ട് ഒന്നും ചെയ്യേണ്ട പറഞ്ഞു. 50% ജോലി ചെയ്താൽ എനിക്ക് എത്ര രൂപ കിട്ടാൻ യോഗ്യത ഉണ്ട്, അയാൾക്ക് 500 രൂപ കിട്ടാം, അയാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇതാണ് ക്വാണ്ടം മെറിറ്റ്.